ഹലോ വെൽക്കം ടു അപ്പണസ് ക്യാൻവാസ്. ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് വളരെ അൺപ്ലാൻഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ശരിക്കും ഇങ്ങനെ കുറേ വീഡിയോസ് എൻ്റെ ഫോണിൽ ഗാലറിയിലൊക്കെ കിടന്നുകൊണ്ട് മാത്രം ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. കാരണം അങ്ങനെ ഒരു വ്ലോഗ് എടുക്കാനുള്ള ഒരു ടൈമിംഗ് ഒന്നും എനിക്കുണ്ടായിരുന്നില്ല അന്നത്തെ ദിവസത്തിൽ. അപ്പോൾ ഈ നടക്കുന്നത് നമ്മുടെ ഓണം സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ മലയാളി അസോസിയേഷനിലാണ് ഞാനുള്ളത്. ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മെഗാ തിരുവാതിരയുടെ ഫൈനൽ റിഹേഴ്സൽസ് ആണ്. ഈ ഒരു മെഗാ തിരുവാതിര ആണെങ്കിൽ കൂടെ ഒരുപാട് നാളത്തെ പ്രാക്ടീസിൻ്റെ ഒരു നല്ലൊരു റിസൾട്ട് ഇതിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പല പല ഡാൻസ് ഫോംസ്, അതുപോലെ ഗ്രൂപ്പ് ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, അങ്ങനെ പല പ്രോഗ്രാംസും ഈ ഒരു ഹാളിൽ തന്നെ റിഹേഴ്സൽസ് ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ നമുക്ക് നാട്ടിൽ നിന്ന് ആശാന്മാരൊക്കെ വന്നിട്ട് ചെണ്ടമേളം കൂടെ ഉണ്ടായിരുന്നു. അത് നല്ല ഒരു ഇഫക്റ്റീവായിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു. നല്ല രസമായിരുന്നു. ആ ഒരു വൈബ് അവിടെ നിന്ന് അതൊരു എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുന്നത്. ഇതിന് പുറമേ ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് പുറത്ത് ആ ഒരു ബിൽഡിങ്ങിന് പുറത്തെത്തിയിട്ടും ഈ ഒരു വൈബൊക്കെ തന്നെ അവിടെയും കിട്ടുന്നുണ്ടായിരുന്നു. ചെറിയ വീഡിയോസ് അന്നേരം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഉത്രാട ദിനത്തിലായിരുന്നു ഈ ഒരു പ്രോഗ്രാം ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രോഗ്രാമിൽ ഒരു ക്ലാസിക്കൽ ഡാൻസ് ഞാൻ കൊറിയോഗ്രാഫി ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ അതിൻ്റെ മേക്കപ്പ് സെഷനാണ് ഈ ഒരു നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ ഒരു 9:30 സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതിനിടയിൽ എനിക്ക് തിരുവാതിര കൂടി എന്നെ ഒന്ന് റെഡിയാക്കി എടുക്കേണ്ടതുകൊണ്ട് അപ്പോൾ നല്ല തിരക്കുള്ളൊരു ദിവസം തന്നെയായിരുന്നു. ഓണസദ്യ വെച്ചിട്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഡാൻസിൻ്റെയൊക്കെ മേക്കപ്പും കാര്യങ്ങൾക്കിടയിൽ ഇങ്ങനെ വന്നിരുന്ന ഓണസദ്യ കഴിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചല്ല. നോർമലി ഇങ്ങനെ നടക്കാറുമില്ല. അവർ ഒരു ലാസ്റ്റ് സെക്ഷൻ ഡാൻസേഴ്സിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡാൻസ് പ്രോഗ്രാമിനുള്ള കുട്ടികൾ തന്നെ മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ പല പ്രോഗ്രാംസിനും അവർ ഉണ്ട്. അതുപോലെ എൻ്റെ ഒരു തിരുവാതിര കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ ടൈം സ്ലോട്ട്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടായിരുന്നു മേക്കപ്പ് സെഷൻ. അത്രയും റിസ്കി ആയിട്ടുള്ളൊരു പ്രോസസ്സ് തന്നെയായിരുന്നു. അപ്പോൾ സദ്യ അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഇതുപോലെ ഇരുന്ന് കഴിക്കാൻ പറ്റിയത് തന്നെ ഒരു നല്ല കാര്യമായിട്ട് വീണ്ടും ഞാൻ പറയുകയാണ്. അവരതുപോലെ നല്ല ഒരു അറേഞ്ച്മെൻറ്റും ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഈ ഒരു സെക്ഷൻ്റെ തന്നെ തൊട്ടപ്പുറത്ത് കുറച്ച് തിരുവാതിര ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് അവിടെ നിറയെ തിരുവാതിര ഉണ്ടായിരിക്കുമെന്നാണ്. പക്ഷേ കുറച്ച് ആളുകളുണ്ടായിരുന്നു, നമ്മുടെ ചേച്ചിമാരാണ്. അവരെ കുറച്ച് പേരെയൊക്കെ കിട്ടിയിട്ടുണ്ട്. ബാക്കി കുറേ പേര് എനിക്ക് തോന്നുന്നു മേക്കപ്പ് കാര്യങ്ങളിലൊക്കെ ആയിരിക്കാം. എനിവേസ് അവരെ കുറച്ച് പേരെയൊക്കെ കിട്ടിയിട്ടുണ്ട്. വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇവരൊക്കെ എവിടെയായിരുന്നു? ആ ഒരു ഡാൻസിൻ്റെ ടൈമിൽ മാത്രമാണ് ഞാൻ അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. അരുണും ചേച്ചിയും കുക്കും കുഞ്ഞാറ്റയൊക്കെ വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടെ സമയം ലേറ്റായിരുന്നു. നമ്മൾ ആദ്യത്തെ പന്തിയിൽ തന്നെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കറികളും കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സദ്യ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ സദ്യയാണ് ഓണത്തിൻ്റെ. അപ്പോൾ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു സദ്യ കഴിക്കാൻ പറ്റുന്നത്. ഈ ഒരു സദ്യയ്ക്ക് ശേഷം ഞാൻ നേരെ തിരുവാതിരയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോയേക്കുമായിരുന്നു. ഒന്ന് ഡ്രസ്സപ്പൊക്കെ ചെയ്ത് വന്നു. ബിക്കോസ് ഇനിയൊരു 1 hourൽ തിരുവാതിര അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം വന്നിട്ട് നമ്മുടെ ഈ ഒരു ഡാൻസ് ഗ്രൂപ്പിലെ തന്നെ അലൈനയാണിത്. അപ്പോൾ അലൈന ശരിക്കും കുച്ചിപ്പുടിക്ക് വേണ്ടിയിട്ട് റെഡി ആവുന്നുണ്ട്. അപ്പോൾ കുച്ചിപ്പുടി മേക്കപ്പാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രോഗ്രാമിന് ശരിക്കും നിസ്തയും വിഷ്ണു വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് നിങ്ങൾ പല വ്ലോഗിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ. അപ്പോൾ നമ്മുടെ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ മെഗാ തിരുവാതിര ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ശരിക്കും ആ ഒരു സ്റ്റേജിലേക്കുള്ള ആ ഒരു എൻട്രിയുടെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ആനച്ചന്തം എന്നൊക്കെ പറയണം. ശരിക്കും മലയാളികൾ ഈ ഒരു സെറ്റും മുണ്ടും ഒക്കെ കൊടുത്തു വരുന്നത് ഒരു ഭയങ്കര ഭംഗിയാണ്. അത് എപ്പോഴും എനിക്ക് പല തിരുവാതിരകളിലും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. അന്നത്തെ ആ ഒരു ദിവസം ആ ഒരു വീതി കസവിൻ്റെ ആ ഒരു ഭംഗി
എല്ലാവരും ഒരുമിച്ച് ആ ഒരു കസവ് മുണ്ടുടുത്ത് വരുന്നത് അതൊരു ഭംഗി തന്നെയാണ് ശരിക്കും. ആ ഒരു ലൈറ്റിങ്സും എല്ലാ ഒരു കോർഡിനേഷൻ എല്ലാം അടിപൊളിയായിരുന്നു. എനിക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തോന്നുന്നത് ഓരോ ആളുകൾ ആരാ എന്താ എന്നൊന്നും നമുക്ക് തോന്നത്തില്ല, പക്ഷേ ആ ഒരുമിച്ചുള്ള ഒരു നിപ്പ്, ആ ഒരു കോർഡിനേഷനിൽ നമ്മൾ ആ ഒരു മൂവ്മെൻറ്റ്സ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ ഒരു ഭയങ്കര നല്ലൊരു കാഴ്ചയായിട്ട് എനിക്ക് ഈ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എനിക്കത് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. തിരുവാതിരക്കളി ശരിക്കും പറഞ്ഞാൽ ഒരു ഫീമെയിൽ യൂണിറ്റി അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ ഓഫ് വുമൻഹുഡൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ആവാം കേരളത്തിൻ്റെ ആ ഒരു റിച്ചസ്റ്റ് കൾച്ചറൽ ഹെറിറ്റേജ് എന്നൊക്കെ പറയുമ്പോൾ തിരുവാതിരക്കളി അതിൻ്റെ ഒരു ഭാഗമാവുന്നത്. പിന്നീട് എനിക്ക് തോന്നിയത് ഈ ഒരു ചെണ്ടമേളത്തിൻ്റെ കാര്യമാണ്. ശരിക്കും നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് നിൽക്കുന്നവർക്ക് ഇങ്ങനെ ഒരു ചെണ്ടമേളം ഇതിങ്ങനെ കേൾക്കുന്നത് ഭയങ്കര സന്തോഷം കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത് കാണുന്നതും ആ ഒരു താളം ഇതൊക്കെ നമുക്ക് ഭയങ്കര മിസ് ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നീട് ഒരുപാട് പ്രോഗ്രാംസ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അതൊരു കാണാനുള്ളൊരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് നമ്മുടെ പ്രോഗ്രാം ഏകദേശം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും മേക്കപ്പ് റൂമിൽ വന്നിട്ട് നമ്മൾ ഏകദേശം ഫൈനൽ ടച്ചപ്പ് കാര്യങ്ങൾ കോസ്റ്റ്യൂംസ് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ കുറേ രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ ആയിട്ട്. ആ വീഡിയോസൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ലിങ്ക്സ് ഇവിടെ ഇപ്പോൾ കാർഡായിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോസ് ഷോർട്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 9 മെമ്പേഴ്സിൻ്റെ ഒരു ക്ലാസിക്കൽ ഡാൻസ് ആയിരുന്നു. അപ്പോൾ ഇതിൽ 1-2 പേരേ ഉള്ളൂ ശരിക്കും ക്ലാസിക്കൽ ഡാൻസിൻ്റെ ഒരു സ്റ്റേജ് ഒരു പെർഫോമൻസ് ഒക്കെ ചെയ്തിട്ടുള്ളവർ. ബാക്കി എല്ലാവരും തന്നെ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത്. അതിൻ്റേതായിട്ടുള്ള എല്ലാ എക്സൈറ്റ്മെൻറ്റ്സും അവർ എന്താ പറയുക, കോസ്റ്റ്യൂം ആണെങ്കിലും ഓർണമെൻറ്റ്സ് ഇടുമ്പോഴാണെങ്കിലും എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻറ്റ്സാണ്. ശരിക്കും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയൊരു മൊമെൻ്റ് എന്ന് പറയുന്നത് എല്ലാവരും ചിലങ്ക കിട്ടുന്ന ഒരു ടൈം. ഈ ഒരു ടൈമിലെല്ലാം നമ്മൾ പ്രാക്ടീസ് സെഷനിലും എല്ലാം ചിലങ്ക യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലങ്ക കിട്ടുന്ന ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര ഇമോഷണലൊക്കെ ആവുന്നതൊക്കെ എനിക്ക് തോന്നി. അപർണ മിസ് ഇവിടെ എല്ലാവരും ഒരുക്കി മടുത്തു ഗൈസ്. മിസ് പാവ ഭയങ്കര ക്ഷമയോടെ ചുല്ല ഉറപ്പിച്ചമ്മ. നമ്മളുടെ ഫൈനൽ കോളൊക്കെ വന്നിട്ടുണ്ട് സ്റ്റേജിലേക്കുള്ള. അപ്പോൾ എല്ലാവരും കൂടെ നിന്നിട്ടൊരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഇനി സ്റ്റേജിലേക്കാണ്. നമ്മുടെ ഈ ഒരു ഡാൻസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡാൻസിൻ്റെ ലിങ്കും അതൊരു കാർഡായിട്ട് തന്നെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളതിൽ ക്ലിക്ക് ചെയ്യുക, ഇവരുടെ ഡാൻസ് പെർഫോമൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഈ ഒരു കൊറിയോഗ്രാഫിക്ക് അവർ ഒരു ബെസ്റ്റ് കോംപ്ലിമെൻറ്റ് അവാർഡൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് കുട്ടികളുടെ കൂടെ ഒരു ഫോട്ടോ സെഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല ഒരു ഉത്രാട ദിനമായിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ.